LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. നിന്നെ വിശ്വസിക്കാവോ? ഷുവർ. പറ, എന്താ നീ പറഞ്ഞ ബോംബ്? ഹലോ സാർ. ഗസ്റ്റിനെ ഡ്രോപ്പ് ചെയ്തോ? ചെയ്തു സാർ. അപ്പോ ഒരു പാക്കറ്റ് കോപ്പിയർ പേപ്പർ വാങ്ങണം. ശരി സാർ. ക്യാഷ് കയ്യിലുണ്ടല്ലോ? ബില്ല് വാങ്ങിച്ചിവിടെ ക്യാഷിൽ കൊടുത്താൽ മതി. ശരി സാർ. ദേവിക, ആ ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസലിന്റെ റിപ്ലൈ വന്നില്ലല്ലോ. വന്നില്ല മാഡം. റിമൈൻഡർ അയക്കണം. 5 ദിവസത്തിനകം റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തേക്ക്. ശരി മാഡം. പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഹസ്ബൻഡ് വിഷമം മാറിയോ? വിളിച്ചിരുന്നോ? ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു, അത് മാറി മാഡം. ഓ ഗ്രേറ്റ്. ഇന്നലത്തെ സംഭവത്തില് ഒരിക്കലും നന്ദുവിനെ ഞാൻ കുറ്റം പറയില്ല. എന്തായാലും ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇത് കേട്ടപ്പോഴാ എനിക്കൊന്ന് ആശ്വാസമായേ. കുറ്റബോധം ഒന്ന് മാറിക്കിട്ടി. മാഡം, നീ എവിടെ പോയതായിരുന്നു? ഇവിടെ ഒരു സമയക്രമം ഉള്ളത് അറിയില്ലേ? പെർമിഷൻ പോലും വാങ്ങാതെ പോയതല്ലേ? ചാച്ചന്റെ ഇളയപ്പൻ ആശുപത്രിയില്ല, ഒന്ന് കാണാൻ പോയതാ. എന്റെ ജിൻസി, നിന്റെ ചാച്ചന് എത്ര ഇളയപ്പന്മാരുണ്ട്? കുറെ പേരായാലും ഇങ്ങനെ ആശുപത്രിയിലാവുന്നേ. പിന്നെ 2 ആഴ്ച കൂടുമ്പോ കുടുംബത്തിൽ ഓരോ മരണവും. ഓരോ കാരണങ്ങൾ കണ്ടുവച്ചിരിക്കുക. ഇനി ഇതുപോലെ തോന്നുന്ന പോലെ വരാനും പോവാനും ആണെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണ്ട, വീട്ടിലിരുന്നാ മതി. പറയുന്ന കേട്ടില്ലേ? ഓ, എന്താ നിന്റെ മറുപടിക്കൊരു ഖനം? കാണുന്നുണ്ട് ഓരോ മാറ്റങ്ങള്. നിനക്ക് എന്നെ അറിയാലോ, പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്റെ ഓരോ കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കല്ലേടി? പിന്നെ എനിക്കതല്ലേ പണി. പണി വരുമ്പോഴേ അറിഞ്ഞോളൂ.
ഇല്ല സർ, ഓക്കെ ആണല്ലോ. ഓഡിറ്റിംഗിൽ അങ്ങനെ മിസ്റ്റേക്ക് വരില്ല സർ. ആ നോക്കാം, ഒരു മിനിറ്റ്. ദേവിക, എയർ കൺസ്ട്രക്ഷന്റെ അക്കൗണ്ട്സിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നാ കൈമൾ സർ പറയുന്നത്. എനിക്ക് തന്ന ഡീറ്റെയിൽസ് വെച്ച് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നല്ലോ മാഡം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ GST എമൗണ്ട് ക്ലിയർ അല്ല എന്നാ പറയുന്നത്. ഒരു കാര്യം ചെയ്യും, കൈമൾ സാറിന് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്ക്. സാർ, ഞാൻ എന്റെ സ്റ്റാഫിന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം, സാർ ഒന്ന് സംസാരിക്കൂ. ഹലോ സാർ, നമസ്കാരം. ഇപ്പൊ തന്നെ ഞാൻ ക്ലിയർ ചെയ്യാം. സർ, ഏപ്രിൽ മുതലുള്ളത് നോട്ട് ചെയ്തിട്ടുണ്ട് സർ. അതെ അതെ. സർ, മാർച്ച് എൻഡിലാണ് സർ. സർ, കഴക്കൂട്ടത്തെ പ്രോപ്പർട്ടി അക്കൗണ്ട് ചെയ്തിട്ടില്ലല്ലോ. അത് ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. AC ബാർ 35. അതെ സർ. അത് മെയിൽ അയച്ചിട്ടുണ്ടാവും. മാഡത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത്. ബാർ 7455. അതെ അതെ. സർ, കറക്റ്റാ. പിന്നെ ഓക്കെ സർ, താങ്ക് യു. എന്തായി, ക്ലിയർ ചെയ്ത് കൊടുത്തല്ല? ഉവ്വ് മാഡം. ക്ലറിക്കൽ മിസ്റ്റേക്സ് എന്തോ വന്നാണെന്നാ കൈമൾ സാർ പറഞ്ഞത്. അവർക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ഇല്ല മാഡം. ഇന്നലെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ നടന്നിട്ടും ദേവിക ഇന്ന് വന്നല്ലോ, അതുകൊണ്ട് ഇതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റി. ഇന്നത്തെ ഓഡിറ്റിന്റെ പ്രാധാന്യം എനിക്കറിയായിരുന്നു മാഡം. അതുകൊണ്ടാ നന്ദു വരണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നത്. ഇന്ന് വരണ്ടാന്ന് ഹസ്ബൻഡ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരുന്നോ? ഓക്കെ, എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ ചോദിച്ച് ദേവിയെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത്ര അറ്റാച്ച്മെന്റ് ഉള്ള ആളായതുകൊണ്ടാ ഹസ്ബൻഡിന് അത്രയ്ക്ക് വിഷമം വന്നേ. എന്തായാലും ഫോൺ ചെയ്തപ്പോ അതൊക്കെ മാറിയല്ലോ? മാറി മാഡം. ഞാൻ ജോലിക്ക് വന്നതിന് കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. നന്നായി. ഞാൻ കൈമൾ സാറിനോട് സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങോട്ട് കോള് വന്നിരുന്നു. ഹസ്ബൻഡ് ഇങ്ങോട്ട് വിളിച്ചോ? അതെ. സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിലായതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ഓഫീസ് തിരക്കിലായിരിക്കുന്ന ആൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? മനസ്സിലാവും. ഭാര്യയും ഭർത്താവും രണ്ട് പ്രത്യേക വ്യക്തികളും വ്യക്തിത്വങ്ങളുമാണ്. പരസ്പരം മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുള്ളതാണ് പ്രധാനം. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയെ വിളിക്കുമ്പോൾ ഫോൺ എൻഗേജ്ഡ് ആണെങ്കിൽ അത് മതി.
പിന്നെ സംശയമായി. ഇപ്പോ ദേവിയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെന്ന് കരുതും. ഈ റിപ്പോർട്ട് തീരാൻ 1 മണിക്കൂർ എടുത്തില്ലേ? ഈ 1 മണിക്കൂറിനിടയിൽ പലവട്ടം വിളിക്കും. വിളിക്കുമ്പോഴൊക്കെ എൻഗേജ്ഡ്. തീർന്നു, അത് മതി. ദേവികയുടെ ഹസ്ബൻഡിന് ഇങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഇല്ലല്ലോ? ഈ ഫോൺ ഒളിഞ്ഞു കേൾക്കൊന്നുമില്ലല്ലോ? ഇല്ല മാഡം, ഞങ്ങൾ പരസ്പരം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാ. അതുകൊണ്ടാ നേരത്തെ ഫോൺ ചെയ്തപ്പോ എല്ലാം നന്നായിട്ട് അവസാനിച്ചത്. ഓക്കെ, ഞാൻ നന്ദുവിനെ ഒന്ന് തിരിച്ചു വിളിച്ചോട്ടെ മാഡം? എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചോട്ടെ? ഓ ആയിക്കോട്ടെ, നടക്കട്ടെ. ശരി. നേരെ പിടിക്കും. ഇങ്ങോട്ടുണ്ടോ? ഈ സൈഡോട്ടുണ്ടോ? എന്താണ് താൻ കാണിച്ചത്? താൻ മദ്യപിച്ചിട്ടുണ്ടോ? ചേട്ടാ, എന്തെങ്കിലും പറ്റിയോ? സാറേ വെള്ളം വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഞങ്ങൾ ഇടിച്ചു കണ്ടിട്ട് നിൽക്കുന്നുണ്ടല്ലേ, ഒന്നും അറിയാത്ത പോലെ. സാറേ, ആ സി പി. മാഡം, ചെറിയൊരു ന്യൂസ് ഉണ്ട്. എന്താ സി പി? നമ്മുടെ നന്ദനില്ലേ ഡ്രൈവർ, ആ പുള്ളി ഒരു ആക്സിഡന്റിൽ പെട്ടു. എന്തു പറ്റി? കാറിന്റെ നിയന്ത്രണം പോയി ആരെയോ ഇടിച്ചു എന്ന് അറിഞ്ഞ്. ആൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല മാഡം. എന്താ വേണ്ടെന്ന് വെച്ചാ ഉടനെ ചെയ്യണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണോ? വേണ്ട മാഡം, ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലണം. അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ശരി മാഡം,
വേണ്ടതുപോലെ ചെയ്യാം. വണ്ടി തട്ടിയ ആളെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ക്യാഷ് നോക്കാതെ കൈകാര്യം ചെയ്യണം. ഓക്കെ മാഡം, ഓക്കെ. എന്താ മാഡം, എന്തോ ടെൻഷനുള്ള പോലെ? അത് എന്തു പറ്റി? ആർക്കെങ്കിലും? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളൊരു അപകടത്തിൽപ്പെട്ടു. എങ്ങനെ മാഡം, സീരിയസ് ആണോ? അതറിയില്ല, കാർ ആക്സിഡന്റ് എന്നാ പറഞ്ഞേ. ശ്രദ്ധയില്ലാതെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരില്ലേ? അതെ, വണ്ടി അത്രയും ശ്രദ്ധിച്ച് തന്നെ വേണം ഓടിക്കാൻ. മുൻപ് നന്ദു ബൈക്കും കാറും കൊണ്ടൊക്കെ പോകുമ്പോ എനിക്ക് വെപ്രാളാ. തിരിച്ചു വരുന്നത് വരെ സമാധാനം കാണില്ല. മാഡം ടെൻഷനാവണ്ട. സാർ, കമ്പനിക്ക് ചീത്തപ്പേരുണ്ടാക്കുമല്ലേ? അല്ല സാർ, ഞാൻ വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. അപകടത്തിൽപ്പെട്ടയാൾ കോമ്പൻസേഷൻ ചോദിച്ചാൽ കാര്യങ്ങൾ സ്വയം ഏറ്റെടുത്തോളണം. കമ്പനിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, മനസ്സിലായല്ലോ? നിനക്ക് കുഴപ്പമില്ല ഉണ്ടോ? അല്ല, സാധാരണ തനിക്കിങ്ങനെ പറ്റാറില്ലല്ലോ. സൂക്ഷിച്ചും കണ്ട് ഓടിക്കണ്ടേ? അതുമല്ലാതെ ഇങ്ങനെ പറ്റ. നമസ്കാരം സാർ. നല്ല പരിചയമുണ്ടല്ലോ. AR എക്സ്പോർട്സിലെ GM ആണ് സാർ. ആ, നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അതെ അതെ. എന്താ പ്രശ്നം? ഒരു കാർ ആക്സിഡന്റ് കാര്യത്തിന് വന്നതാ. ഇയാളുടെ കേസ്. അരുന്ധതി മാഡത്തിന് വേണ്ടപ്പെട്ട ആളാണ് സാർ. നിങ്ങളുടെ സ്റ്റാഫാ അല്ലേ? ഇയാൾ മുൻ MLA സിദ്ധാർത്ഥൻ സാറിന്റെ മകനല്ലേ? പുള്ളി നിങ്ങളുടെ കൂടെയാണോ? ആ, സിദ്ധാർത്ഥൻ സാറ് കേസിൽപ്പെട്ട സമയത്തൊന്ന് സഹായിച്ചതാ. ഓ, പയ്യൻ നല്ല ഡ്രൈവറാ. ഇതിപ്പോ എന്തോ പറ്റിപ്പോയി. ഞങ്ങൾ അന്വേഷിച്ചു. ഇയാളുടെ കാറിന്റെ നിയന്ത്രണം വിട്ടുപോയി തട്ടിയെന്ന് അറിഞ്ഞത്. CCTV ഫുട്ടേജ് എടുക്കുന്നുണ്ട്. എന്തായാലും അപകടത്തിൽപ്പെട്ട ആൾക്ക് വലിയ പരിക്കില്ല. കോമ്പൻസേഷൻ കൊടുത്ത് തീർക്കാവുന്ന കാര്യമുള്ളൂ. കേസാക്കാതെ തീർക്കാൻ പറ്റിയ വലിയ ഉപകാരമായിരുന്നു. നമുക്ക് നോക്കാം. പരിക്കേറ്റ ആളിന്റെ ബന്ധുക്കൾ ഇവിടെയുണ്ട്. നമുക്ക് സംസാരിച്ച് തീർക്കാം. വരണം. ശരി സാർ. മാക്സിമം കേസാക്കാതെ നോക്കാമെന്ന് പറഞ്ഞു. താൻ ടെൻഷൻ വേണ്ട കേട്ടോ. ആ, സിദ്ധു, നമ്മുടെ കുടുംബത്തിൽ കണ്ണീരൊഴിഞ്ഞിട്ട് നേരമില്ലാതായല്ലോ. എനിക്ക് എന്റെ മോനെ ഇപ്പൊ കാണണം. വാ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ബഹളം വെക്കാതെ പ്രഭ. അവന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വണ്ടി തട്ടിയ ആൾക്കും വലിയ പരിക്കൊന്നുമില്ല. ഞാൻ SI ഒന്ന് വിളിച്ചോട്ടെ. ലൗഡ് സ്പീക്കറിലിട് സിദ്ധു. ഹലോ, ഞാൻ XMLA സിദ്ധാർത്ഥനാണ്. ആ സാറ് മകന്റെ കാര്യത്തിന് വിളിച്ചതാണോ? അതെ. അവന് പരിക്കെന്തെങ്കിലും ഉണ്ടോ? കേസിന്റെ പൊസിഷൻ എന്താ? ഒരു വക്കീലിനെ കൊണ്ട് വരാനാ. മോന് പരിക്കൊന്നുമില്ല. കേസാക്കിയിട്ടില്ല. കോമ്പൻസേഷൻ കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ പേടിക്കാൻ തക്ക ഒന്നുമില്ലാന്ന്. അവ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ ഇങ്ങോട്ട് വരാത്ത എന്താ? ഇപ്പൊ ഇറങ്ങിയിട്ടേ ഉണ്ടാവൂ. ചിലപ്പോ കമ്പനിയിലായിരിക്കും പോവുക.
എന്തായാലും കുറച്ച് കഴിഞ്ഞ് ഞാനൊന്ന് വിളിക്കാം. കമ്പനി വിളിച്ചു ചോദിക്കുന്നത് അവർക്ക് ചിലപ്പോൾ ഇഷ്ടാവില്ല. ഈശ്വര, എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? LG കായം ഇപ്പോൾ 20% മോർ കായമെന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.